എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. MS വേണുഗോപാലാണ് സംസാരിക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, വഖഫ് ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു, നിയമമായി പാസ്സാകുന്നു. പക്ഷേ കേരളത്തിൽ അതുണ്ടാക്കിയ രാഷ്ട്രീയ അസ്ഥിരതയും പ്രശ്നങ്ങളും ഒന്നും ഇതുവരെ കെട്ടടങ്ങിയില്ല. വഖഫ് ബില്ല് പാസ്സായി, അപ്പോൾ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന BJP സർക്കാർ എന്നൊരു ഇക്വേഷൻ കേരളത്തിലെ കോൺഗ്രസും CPM ഉണ്ടാക്കി വെച്ചു. തൊട്ടടുത്ത നിമിഷം വഖഫ് ബില്ല് പാസ്സായതിനു ശേഷം വന്നത് ഇനി ചർച്ച് ബില്ല് വരും, ക്രിസ്ത്യാനികളെയാണ് അവർ അടുത്ത് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു, മുനമ്പത്തെ പ്രദേശം ഉൾക്കൊള്ളുന്ന അവിടുത്തെ MP ഹൈബി ഈഡൻ പറയുന്നു, കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നു. അപ്പം കോൺഗ്രസ് സത്യത്തിൽ മുനമ്പം വിഷയത്തോടു കൂടി ക്രിസ്ത്യാനികളിൽ നിന്ന് അകന്നു മാറിയെന്നൊരു അവസ്ഥ കൂടെ നിൽക്കുന്ന ഇടങ്ങളിലാണ് ഇങ്ങനത്തെ ഒരു ചർച്ച കൂടി വരുന്നത്. ചർച്ച് ബില്ല് വരും, സ്വത്ത് കണ്ടുകെട്ടും, വഖഫിനേക്കാൾ കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾക്കാണ്, അല്ലെങ്കിൽ അരമനകളിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇതിനൊരു സാമൂഹ്യ പശ്ചാത്തലം പക്ഷേ ഇവർക്ക് ക്രിസ്ത്യാനികളുള്ള സ്നേഹം കൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇലക്ഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് തേടാനായിട്ട് മുമ്പൊക്കെ ആശ്രയിച്ചിരുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾ സാമ്പത്തികമായും ഔദ്യോഗികമായും ഒക്കെ ഉന്നമനത്തിലെത്തും എന്നൊക്കെ ഒരു ധാരണ, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു അതൊക്കെ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങളിൽ അതൊന്നും വലിയ ഏൽക്കുന്നില്ല. ജനങ്ങൾക്ക് ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 10-75 വർഷമായിട്ട്, കേരളത്തിലാണെങ്കിൽ 10-65 വർഷമായിട്ട് ഒക്കെ ഇതിങ്ങനെ പറഞ്ഞ് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ കിട്ടിയ നല്ലൊരു ആയുധമാണ് ഈ മതങ്ങൾ. മതത്തിൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഏക്കും എന്നുള്ളൊരു തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യവും കൂടാണ്. അത് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ട്. അത് പൂർണ്ണമായും കേരളത്തിലും ഇന്ത്യയിലും ഒരു കാലത്തും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ട്, പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ഒട്ടും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. 26-ൽ നിയമസഭാ ഇലക്ഷൻ വരുന്നു. അതിന് മുമ്പായിട്ട് 25 അവസാനത്തോടു കൂടി നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് അധികാരം നഷ്ടപ്പെട്ടിട്ട് 10 വർഷത്തോളമാകുന്ന UDF-നും മുസ്ലിം ലീഗിനും ഇത് വലിയൊരു പ്രശ്നമാണ്. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ ആക്രോശത്തിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ BJP ശ്രമിക്കുന്നത് ഹിന്ദു വോട്ടുകൾ മാക്സിമം സ്വരൂപിച്ച് നിർത്തുക, പ്രത്യേകിച്ച് നായർ, ഈഴവ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ഹരിജന ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ അവരൊരു വേരുറപ്പിച്ചിട്ടുണ്ട്. ആ വേരുറപ്പിച്ചതിന് പുറമെ ക്രിസ്ത്യാനികളുടെ വോട്ടും കൂടെ കുറച്ച് നേടിക്കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ചാഞ്ചാട്ടവും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വഖഫ്, മുനമ്പം എന്നീ പ്രശ്നങ്ങൾ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഒരു ഭയവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളിൽ കുറേ പേരും കൂടെ തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഉള്ളതിൽ ഭേദം ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദു പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ BJP ആയിരിക്കാം എന്നൊക്കെയുള്ള തോന്നൽ അവർക്ക് ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്. അത് ഭീതി ഉളവാക്കുന്നത് അധികവും UDF-നായിരിക്കും. കാരണം UDF-ൻ്റെ മുസ്ലിം ബേസ് പോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ബേസും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ക്ഷീണം ചില്ലറയായിരിക്കില്ല. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണെന്ന് സാർ പറയുന്നു. ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, അതിൻ്റെ ഒരു വോട്ട് വിഹിതങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിനെ വലിയ നിലമ്പൂരാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് ക്രിസ്ത്യാനിയുടെ ഒരു ശക്തി മാറ്റിരയ്ക്കാൻ പോകുന്നൊരു സ്ഥലം. അതാണ് 25% ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ് നിലമ്പൂർ. മലയോര കർഷകർ വളരെയധികം ഉള്ളൊരു സ്ഥലമാണ്. മലയോര കർഷകർ അനുഭവിക്കുന്ന വന്യജീവി പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, അവർക്ക് കർഷകൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടാത്ത സംരക്ഷണം, അവർക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് അവർ വേവലാതി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ 25% വോട്ട് എങ്ങോട്ട് പോകും? ഇതൊരു വലിയ പ്രശ്നമാണ്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും നിൽക്കുക. അപ്പോൾ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. മുസ്ലിങ്ങൾക്ക് നല്ലൊരു മേൽക്കൈയുള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുമല്ലോ വരിക, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തന്നെയിൽ ഇപ്പോൾ തർക്കം നടക്കുകയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തണമെന്നുള്ള രീതിയിൽ അവിടുന്നും ഒരു പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് വിജയിക്കും? ഇതിൽ അൻവർ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നൊരു സ്റ്റാൻഡ് നേരത്തെ എടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച്
ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു പ്രധാന ഘടകമായി വന്നിരിക്കുകയാണ് ഇപ്പം തന്നെ. ഒരു 1.5 മാസത്തിനകം അത് മാറ്റുരയ്ക്കാൻ പോവുകയാണ്. പിന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊരു വലിയ വിഷയമായിട്ട് ബാധിക്കില്ലേ? ഇപ്പോൾ CPM അത്രയധികം ബാധിക്കാൻ വഴിയില്ല. എന്നാലും CPM-നും ഇതിൽ ഭയമുണ്ട്. എതിരാളിക്ക് വോട്ട് പോകുന്നത് എപ്പോഴും ഭയമാണല്ലോ. പിന്നെ CPM-ന് കൂടുതൽ ഭയമില്ലാത്തതിൻ്റെ കാരണം ഈ അധികം ക്രിസ്ത്യൻ വോട്ടുകൾ ചോരാൻ സാധ്യതയുള്ളത് കോൺഗ്രസിൽ നിന്നാണ് എന്നുള്ളത് അവർക്കറിയാം. ഇപ്പം ഈവൻ ഈഴവ വോട്ടുകൾ മാറുമെന്ന് പറയുമ്പോഴും അവർക്ക് അത്ര ഭയമില്ല. ഞാൻ പല മാർക്സിസ്റ്റ് നേതാക്കളോടും ചോദിച്ചു, ഈഴ വോട്ടുകൾ ഇങ്ങനെ ഈഴ വോട്ട് ചോരുന്നത് അവർക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഈഴ വോട്ടുകൾ കുറച്ചേ പോവുള്ളൂ. അതേസമയം SNDP-യും വെള്ളാപ്പള്ളിയും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ കാരണം ഹിന്ദു മുന്നണി പിന്നെ BJP-ക്കും ഹിന്ദുത്വയ്ക്കും വോട്ട് കിട്ടിയാൽ അതിൻ്റെ ദോഷം കൂടുതൽ വരുന്നത് കോൺഗ്രസിനായിരിക്കും എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ അടിത്തറയിൽ നിന്നായിരിക്കും കൂടുതൽ വോട്ടുകൾ അത്തരത്തിൽ പോവുക. അതുപോലെ ക്രിസ്ത്യൻ പ്രശ്നം വന്നാലും കോൺഗ്രസിൽ നിന്നായിരിക്കും കൂടുതൽ അത്തരം ലോസ് ഉണ്ടാകുക എന്നുള്ളതാണ് LDF-ൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒരു കണക്കുകൂട്ടൽ. ഇതിനോട് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം, ചർച്ച ബില്ല് നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ അസറ്റുകൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ലീഗലൈസ്ഡ് ആയിട്ടുള്ള അസറ്റുകളാണ്. അത് വഖഫിനെ പോലെ പൊതുജനങ്ങളുടെ അവർ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി പോയി ക്ലെയിം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ തള്ളിക്കളയുകയാണ് VD സതീശൻ്റെ പ്രസ്താവനകളെന്ന് പരസ്യമായല്ലെങ്കിലും ഇങ്ങേയർത്ഥത്തിൽ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതും സത്യത്തിൽ അപ്പോൾ ആളെ പിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഈ സാമുദായിക താല്പര്യങ്ങളെ, ഈ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം നടത്തിക്കൊണ്ടുള്ള ആളെ പിടിക്കാനുള്ള തന്ത്രങ്ങളിൽ അത് തിരിച്ചടിയാവുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്? തിരിച്ചടിയാവുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊക്കെ വളരെ ക്ലിയറാണ്. എവിടെ നിൽക്കണം, എവിടെ നിൽക്കേണ്ട, ഏതാണ് കൂടുതൽ ഗുണം എന്നുള്ളതൊക്കെ അവർ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നാളത്തേക്ക് ഇനി BJP-യുടെ ഭരണമായിരിക്കും ഇവിടെ നിലനിൽക്കുക എന്നുള്ളതും, അപ്പോൾ ഒരു കോൺഫെഡറേഷൻ ലൈനിലേക്കല്ല പോകേണ്ടതെന്നും ഒക്കെയുള്ള ധാരണ ബിഷപ്പുമാർക്കുണ്ട്. അത് ഡൽഹിയിൽ പല ചർച്ചകൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ മാധ്യമങ്ങളിങ്ങനെ ജബൽപൂർ കണ്ടോ, ജബൽപൂരിലെ അടി കണ്ടോ, ഒരു സ്ത്രീ വന്ന് ബിഷപ്പിനെ തള്ളിയത് കണ്ടോ, ബജരംഗദൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പടം ഇങ്ങനെ പല പ്രാവശ്യം ഇട്ടുകൊണ്ടിരുന്നാൽ സാധാരണ ക്രിസ്ത്യാനിയിൽ ചില ചിന്തകളൊക്കെ അങ്ങനെ വന്നേക്കാമെങ്കിലും അത് പിന്നീട് അത് മാറ്റിമറിക്കാൻ ബിഷപ്പുമാർക്കും മറ്റും കഴിയുമെന്നുള്ളതാണ് അവരുടെ മനസ്സിലിരിക്കുന്ന ഒരു ചിന്താഗതി. BJP-യുടെ മനസ്സിലും അതൊക്കെ തന്നെയാണുള്ളത്. കാരണം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അന്തർദേശീയമായിട്ട് തന്നെ അത്തരത്തിൽ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വത്തിക്കാനിലെ സന്ദർശനമായാലും ഇറ്റലിയിലെ സന്ദർശനമായാലും ഒക്കെ കഴിയുമ്പോൾ നരേന്ദ്രമോദി എന്ന പ്രൈം മിനിസ്റ്റർ ആയാലും മറ്റ് ഉള്ളവരും ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ബന്ധവും കൂടി ഇതിനകത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ ചർച്ചിനെ സമീപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൽഹി അടക്കം നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളെ അടക്കമുള്ള പ്രദേശങ്ങളിൽ ബിഷപ്പുമാരെയും ചർച്ചിൻ്റെ പ്രധാനികളെയൊക്കെ അവർ കണ്ട് ഒരു ഇന്ത്യ മൊത്തം ഒരു അഭിപ്രായ സമന്വയം അവർ നടത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പെട്ടെന്ന് ആരെങ്കിലും ഇവിടെ ഒരു TV-യിലൊരു പടം കാണിച്ചുകൊണ്ട് മാറും എന്ന് തോന്നുന്നില്ല. പിന്നെ താഴെത്തട്ടിലെ വോട്ടുകൾ കുറേയൊക്കെ കൺഫ്യൂഷനിലാക്കാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് കഴിഞ്ഞേക്കാം. സാറേ, എൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അവരൊന്നും ആ രീതിയിലൊരു എന്താ പറയുക, ഞങ്ങൾ BJP-യുടെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വരാനുള്ള സാധ്യതകൾ തുലം കുറവാണ്. ഈ BJP ഉത്തരേന്ത്യയിൽ ജയിച്ചു കയറുന്നത് തന്നെ നമുക്കറിയാം, കാസ്റ്റ് സിസ്റ്റം ഈ ഹിന്ദു വോട്ടുകളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു സിംഗിൾ ഐഡൻറ്റിറ്റിയിലേക്ക് എല്ലാവരെയും സന്നിവേശിപ്പിക്കാനും അത് BJP-യുടെ ജയത്തിനെ ഉപയോഗിക്കാനും സാധിച്ചു. ഇത് എത്ര കണ്ട് കേരളത്തിൽ ഇവർക്ക് പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ സാധ്യതകളുണ്ട്? അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകളോട് വരുന്ന സാഹചര്യത്തിൽ BJP നമ്മൾ കഴിഞ്ഞ ദിവസവും ഇതിനെക്കുറിച്ച് അധികാരത്തിലേറിയില്ലെങ്കിലും BJP-ക്ക് ഒരു റോൾ ഉണ്ടാകുന്നു. അവരൊരു പ്രധാനപ്പെട്ട അഭിപ്രായ രൂപീകരണത്തിൽ ഒരു നിർണായക സ്ഥാനത്തിലേക്ക് BJP വരുന്നു എന്നൊരു സാധ്യതയുണ്ട്. ഉണ്ടോ? അത് ഇപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാവുകയല്ലേ? അഭിപ്രായ രൂപീകരണത്തിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. പക്ഷേ അതിനെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരെ അവിടെ ഇരുത്താനെങ്കിലും കഴിയണം. എങ്കിലേ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ.
അപ്പോൾ BJP ഇപ്പോൾ ശ്രമിക്കുന്നത് അതായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കണം ഇവിടെ ഭരിക്കുന്നത്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഹിന്ദുക്കളിലെ ഭിന്നിച്ചു നിന്ന വിഭാഗങ്ങളെ, ഇപ്പോൾ NSS ആയാലും SNDP ആയാലും ഒക്കെ ഒരു ഐക്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക, അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളെ, ട്രൈബൽസിനെ ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമം അവർ ഭംഗിയായി നടത്തി കഴിഞ്ഞു. ഇനി രണ്ടാമത് ഇപ്പോൾ നടക്കുന്ന ശ്രമം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ മാക്സിമം ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട്, കാരണം അവർ പലയിടത്തും സത്യത്തിൽ ഇത് ക്രിസ്ത്യാനികൾക്ക് സത്യത്തിൽ ഇവിടെ ഒരു ഭൂരിപക്ഷമല്ല, അവർ ന്യൂനപക്ഷമാണ്. അപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് അധിഷ്ഠിതമായാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഇവിടെ നിലനിൽക്കുന്നതെന്ന് അവർ അവകാശപ്പെടുമ്പോഴും മുൻപത്തെ ഒരു പ്രധാന വിഷയത്തിന് പരിഹാരമായി വഖഫ് ബില്ല് നിയമമായാൽ മാറുമെന്ന് അറിഞ്ഞിട്ട് പോലും കോൺഗ്രസ് പിന്താങ്ങിയത് വഖഫ് ബില്ല് വേണ്ട എന്ന അഭിപ്രായത്തെയാണ് അവർ എടുത്തത്. സത്യത്തിൽ അതൊരു അരക്ഷിതാവസ്ഥ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ അതൊരു ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള കോൺഗ്രസ് ഇത് ചെയ്യുന്നത് സത്യത്തിൽ ഒരു ചതിയായല്ലേ കണക്കാക്കുന്നത്? അല്ല, അത് ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ മുസ്ലിങ്ങളോട് പണ്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോട് പണ്ടുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് മുനമ്പം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ പ്രത്യേകത. ഇവിടെ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ആന്ധ്രയിലൊക്കെ മുസ്ലിങ്ങൾ ഒരുപാടുള്ള സ്ഥലമല്ലേ, ഭൂരിപക്ഷം വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളവിടെ, വലിയ സ്ഥലത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പേര് മാറുന്നില്ലെന്നേ ഉള്ളൂ, പേര് കേട്ടാൽ റാണി എന്നായിരിക്കും, രാജയെന്നായിരിക്കും ഒക്കെ, പക്ഷേ അവരിൽ പലരും മുസ്ലിങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്, ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ പലയിടത്തും വരുന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതാണോ അതോ ഹിന്ദുവിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണോ നല്ലതെന്നൊരു ചോദ്യം ഒരു BJP കാരൻ തന്നെ എന്നോട് പറഞ്ഞതാണ്. നിങ്ങളൊരു ക്രിസ്ത്യാനിയോട് ചോദിച്ചു നോക്ക്, ഇവിടെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതാണോ മുസ്ലിം രാഷ്ട്രമാകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ 100% അവർ പറയുക ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും. മുസ്ലിം രാഷ്ട്രം ഏറ്റവും വലിയ സെക്യുലറിസ്റ്റ് മതം ഏതാന്ന് ചോദിച്ചാൽ അത്, അല്ലെങ്കിൽ ജനത ഏതാന്ന് ചോദിച്ചാൽ അത് ഹിന്ദുക്കളാണെന്ന് തന്നെ പറയേണ്ടി വരും. അതെ, ആ തത്വങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വർഗീയ പാർട്ടി തന്നെയാണ്, വർഗീയത വന്നാൽ അത് അപകടം തന്നെയാണ് എന്നുള്ളത് ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ താരതമ്യം ചെയ്യുമ്പോൾ, കാരണം അവരെ സംബന്ധിച്ചോളം ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ അവർക്കില്ല. 1% ക്രിസ്ത്യാനികൾ ഇന്ത്യ മൊത്തമുള്ള പോപ്പുലേഷൻ എടുക്കുമ്പോൾ 1.25 വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. അത്രയും വരുന്ന ഒരു പോപ്പുലേഷൻ വെച്ചുകൊണ്ട് അവർക്ക് ഇപ്പം ഇന്ത്യയിൽ ഒരു ശക്തിയാകാൻ പറ്റില്ല. അപ്പോൾ ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയോടൊപ്പം നിന്ന് തങ്ങളുടെ കാര്യങ്ങൾ മാക്സിമം നടത്തിക്കൊണ്ടു പോവുക, തങ്ങളുടെ മതത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക, ചർച്ചിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക, അതിനുള്ള പശ്ചാത്തലം ഭംഗിയായി ഒരുക്കുക എന്നൊക്കെ ഉള്ളതാണ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി. അവരെക്കാലവും അങ്ങനെയാണ് തുറന്നിട്ടുള്ളത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എപ്പോഴും കോൺഗ്രസിനോട് അനുകൂലമായി അവർ നിന്നുകൊണ്ട് അവരൊരിക്കലും ഒരു തീവ്രമായ കാര്യങ്ങൾ പലപ്പോഴും പറയാറില്ല എന്നുള്ളതാണ്. അവരവരുടെ പള്ളിക്കകത്ത് നിന്നുകൊണ്ടും ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ടും ഒക്കെ ഉള്ള പ്രവർത്തനമാണ്. പിന്നെ ആകെ ചെയ്യുന്നത് മതപരിവർത്തനമാണ്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ജബൽപൂരിൽ മതപരിവർത്തനത്തിന് പോയതല്ല എന്ന് പറഞ്ഞാലും പലർക്കും അറിയാതെ അതിനൊക്കെ തന്നെയായിരിക്കും പോയതെന്ന്. അപ്പോൾ അവിടെ ഒരു പുഷ് നടക്കും. ആ പുഷ് പള്ളിക്കും അറിയാം, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവന്മാർ പുഷ് ചെയ്യും. എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞ് കയറി വീണ്ടും പോകും, അവിടെ കുറേ ആളുകളെ മാറ്റും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനിറ്റി ഇത്രയെങ്കിലും ഒക്കെ ഇവിടെ ആയിത്തീർന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കും. അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു വലിയ ക്ലാഷിലേക്കും പ്രശ്നത്തിലേക്കും ആകാതെ പോകാനുള്ള ഒരു ബുദ്ധി, വിവേകം ക്രിസ്ത്യൻ നേതൃത്വത്തിനുണ്ട്, ചർച്ചിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ പല നിലയ്ക്കലടക്കം പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിലൊരു പൊളിറ്റിക്കൽ ഭാവി നമ്മൾ എന്തായാലും സംസാരിച്ചതാണ്. അത് നേട്ടം എന്തായാലും CPM ഉടനെ അധികാരത്തിൽ വരും. എന്നാൽ കോൺഗ്രസ്സിന് അത് വലിയ വീഴ്ചകളുണ്ടാവും, BJP മുന്നേറ്റം ഉണ്ടാക്കും, ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായി വലിയ രീതിയിലൊരു സാമുദായിക ധ്രുവീകരണം, അല്ലെങ്കിൽ ഒരു ഹ്യൂജായിട്ട് ഞാൻ ഹിന്ദു നീ മുസ്ലിം, നമ്മൾ പറഞ്ഞ പോലെ മുറിവുകൾ, നമുക്ക് ഒരുപാട് മുറിവുകളുണ്ട്. അങ്ങനെ നമ്മളുടെ പാസ്റ്റ് ഇത്ര മനോഹരമൊന്നുമല്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് കിടന്ന നാടുകളായിരുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രൂപീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പോഴും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എൻബ്ലോക്കുകളായി മതാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്നതാണ്. ആ മുറിവുകൾ ഇങ്ങനെ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് അവസാനത്തെ. ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇത് തന്നെയായിരുന്നു നടന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, പന്നിയുടെ കൊഴുപ്പ് ഉള്ള തോക്ക്,
പശുവിൻ്റെ കൊഴുപ്പുള്ള തോക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനമായാലും ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു വർഗീയ അജണ്ട ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ക്ലാഷുകൾ. ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഹിന്ദു മുസ്ലിം ക്ലാഷുകൾ ഇല്ലാതാക്കാനാണ്. എന്നിട്ട് പോലും സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ സംഭവിച്ചത് എന്താണ്? ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുകയും മുസ്ലിങ്ങൾ പിന്നെ പാകിസ്ഥാനിലേക്കും രണ്ടായിട്ട് ഉപയോഗിച്ച പാകിസ്ഥാനിലേക്ക് പോവുകയും അവരിങ്ങോട്ട് ആക്രമിക്കുകയും തിരിച്ചങ്ങോട്ട് ആക്രമിക്കുകയും ഈ ഒരു ഹിസ്റ്ററി നോർത്ത് ഇന്ത്യയിൽ നിൽപ്പുണ്ട്. അതിൻ്റെ മുറിവുകൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ ഈ വിധത്തിൽ BJPക്കൊക്കെ മുന്നേറാൻ കഴിയുന്നത്. ഒരു ചെറിയ സ്പാർക്ക് കൊടുത്താൽ മതി, ഉടൻ തന്നെ അവർ ആ പഴയ കാര്യങ്ങളിലേക്ക്, അവരുടെ ഓർമ്മയിലേക്ക് ട്രിഗർ ചെയ്യും. അവരുടെ പൂർവികരുടെ നടന്ന വേദനകളിലേക്കൊക്കെ അവർ പെട്ടെന്ന് എത്തും. ഇപ്പോൾ കാശ്മീരിലാണെങ്കിൽ കാശ്മീർ പണ്ഡിറ്റുകളുടെ അവസ്ഥ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഏതാണ്ടൊരു 10-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് പലവിധ മുസ്ലിം ഇൻവേഷൻസ് നടന്നിട്ടുണ്ട്, ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ അധിനിവേശത്തിനുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അമ്പലങ്ങൾ തകർക്കുകയും പള്ളി സ്ഥാപിക്കുകയും ഇതിനെ തിരിച്ച് ഈ വേദന എടുക്കുന്ന, വികാരം വ്രണപ്പെടുന്ന ആളുടെ അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ അവരുടെ തലമുറയിൽപ്പെട്ട അപ്പൂപ്പന്മാരുമായിട്ട് ബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് എൻ്റെ സമുദായം, എൻ്റെ മതം, എൻ്റെ വേദനയായി മാറുന്നത്. ഇതാണ് അതുകൊണ്ടാണ് ബാബ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യ സെക്കുലർ രാഷ്ട്രമായിരിക്കണം. ഒരു കാരണവശാലും ഇവിടെ മതത്തിൻ്റെ ഒരു പ്രാധാന്യം വരരുത്. മനസ്സിലായില്ലേ? ഉള്ള ജാതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതിനാണ് സംവരണവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവരെല്ലാം ഒരു കൂട്ടിൽ കൊണ്ടുവരികയും ബാക്കിയുള്ളവർ തമ്മിൽ തല്ലാതിരിക്കാനായിട്ട് സെക്കുലറിസം വേണമെന്നും പറഞ്ഞത്. പക്ഷേ സെക്കുലറിസം എന്ന് നമ്മൾ എഴുതി വയ്ക്കുകയും പറയുകയും ഓരോ തവണ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അതൊരിക്കൽ പോലും നടപ്പിലാകുന്ന വിധത്തിലല്ല നമ്മുടെ പോക്ക് എന്നുള്ളതാണ്. പലപ്പോഴും അതിന് ഇലക്ഷൻ വരുമ്പോൾ, വേറെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, സാമ്പത്തികമായ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നം വരുമ്പോഴൊക്കെ നമ്മൾ ഈ ജാതിയെയും മതത്തെയും എടുത്തിട്ടുകൊണ്ടിരിക്കുക. അതിൽ പ്രത്യേകിച്ച് മതവിഭാഗങ്ങളെ അത്തരത്തിൽ എടുത്തിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള യാതൊരു വിധ വേർതിരിവുകളും കാണിക്കാൻ പാടില്ല, റിലീജിയസ് സംവരണം പാടില്ല, മതത്തിൻ്റെ പേരിൽ സംവരണം പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ പിൻവാതിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മതവിഭാഗത്തിന് മൊത്തം സംവരണം, ഇപ്പോൾ 12% സംവരണം കേരളത്തിൽ മുസ്ലിങ്ങൾക്കുണ്ട്. അതെങ്ങനെ വന്നു? മുസ്ലിങ്ങൾ എന്നുള്ള പേരിൽ സംവരണം കൊടുക്കാൻ പാടില്ല, പക്ഷേ ആ ഒരു വിഭാഗത്തിന് മൊത്തം സംവരണം യഥാർത്ഥത്തിൽ കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ അത് കിട്ടിയിരിക്കുന്നത് വേറൊരു വഴി കൂടെയാണ്. അത് സോഷ്യോ കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. അവിടെ ഭരണഘടന എന്താണ് ഉദ്ദേശിച്ചത് അതിന് വിരുദ്ധമായതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് ഒരു പുകമറ വേറൊരു സാധനമുണ്ട്. സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് എന്ന് പുറമേ പറയാനൊരു സാധനം ഉണ്ടായിരിക്കുകയും ഉള്ളിൽ പുകയുന്ന പല സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പർദ്ധകൾ കുറയ്ക്കാൻ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ ഒരു സംയമനം ഉണ്ടാകേണ്ടതാണ്. അത് ക്രിസ്ത്യൻ സംഘടനകൾക്ക് അത് നല്ല തിരിച്ചറിവുണ്ട്. അവർ കാലാകാലങ്ങളിൽ അത്തരത്തിലുള്ള ചില നിലപാടുകൾ എടുക്കാറുണ്ട്. മാത്രമല്ല, ക്രിസ്ത്യൻ മതമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിനൈസൻസിനെ ഫേസ് ചെയ്യുകയും റിനോവേറ്റ് ചെയ്യുകയും. അതെ അല്ലേ? അവർക്ക് ഈ യേശുക്രിസ്തു തന്നെ പറയുന്ന സ്നേഹം എന്ന ഒരു തിയറിയാണല്ലോ ഈ നവോത്ഥാന സങ്കല്പങ്ങൾ തന്നെ വരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഐ മീൻ വരുന്നത് തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്നുള്ളതും പുറത്തുനിന്ന് വന്നതുമായിട്ടുള്ളൊരു സംഗീത ടേം തന്നെ കോയിൻ ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഈ പോളറൈസേഷൻ അത് എത്ര കണ്ട് കേരളത്തിനെ ഭിന്നിപ്പിക്കുമെന്നറിയില്ല. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയായിരിക്കും അല്ലേ? മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ രണ്ട് വിധത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകും. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഒരു ജനാധിപത്യ ഭരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനപ്പെട്ട റോളുണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. രണ്ടാമത്തേത് നമ്മുടെ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ചെയ്യേണ്ടത്. അത് രണ്ടും, സാമൂഹിക പ്രസ്ഥാനങ്ങൾ പലതും, സാമുദായിക പ്രസ്ഥാനങ്ങൾ പലതും നിൽപ്പുണ്ടെങ്കിലും സാമൂഹിക പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഈ കമ്മ്യൂണിസം വരുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പുറകെ പാട്ടും പാടി പോകുന്ന അവസ്ഥ, ഹിന്ദുയിസം വന്നാൽ ഹിന്ദുയിസത്തിന് പുറകെ പാട്ടും പാടി പോകുന്ന അവസ്ഥ ഇപ്പം തന്നെ നമ്മൾ അമ്പലങ്ങളെ കാണുകയല്ലേ. ഒരമ്പലത്തിൽ DYFI സിന്താവെന്നും കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ മറ്റിടത്ത് ഗണവിധം ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ലേ. അപ്പം ഇത്തരം സ്പർദ്ധകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം വരുമ്പോഴാണ് മാറ്റങ്ങൾക്ക് സാധ്യത കുറയുന്നതും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് മുനമ്പം വന്നെന്നിരിക്കും, വഖഫ് വന്നെന്നിരിക്കും,
നാളെ ചർച്ച് ബില്ല് വന്നെന്നിരിക്കും, വേറെ ചിലത് വന്നെന്നിരിക്കും, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളാണ് മുൻകൈ എടുക്കേണ്ടത്. അതിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ജനങ്ങളുടെ കയ്യിൽ മാത്രമല്ല നിൽക്കുന്നത്, അത് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സാമുദായിക സംഘടനകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. എനിക്ക് ഇതിലേറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ഇന്ത്യയിൽ വളരെ മനോഹരമായ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളതാണ്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ പറന്നുകൊണ്ടിരുന്ന വഖഫ് ഇപ്പോൾ എന്തായാലും ഭരണഘടനയ്ക്ക് താഴെയായിരിക്കുന്ന ഒരു ആശ്വാസവും എനിക്കുണ്ട്. അതേസമയം ചർച്ച ബില്ല്, എല്ലാ ബില്ലുകളും വരട്ടെ, അത് ഈ നാട്ടിലെ നിയമവും നീതിയും അനുശാസിക്കുന്ന എല്ലാ ബില്ലുകൾക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം ഈ ഇതിനകത്തൊരു കാര്യം, ഈ 4 ലക്ഷത്തോളം ക്ഷേത്രങ്ങൾ പിന്നെ ഇന്ന് പല സർക്കാരിൻ്റെ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 4 ലക്ഷത്തിലധികം ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ കൈപ്പിടിയിലാണ്. അതേസമയം ഒരു ചർച്ചോ ഒരു മോസ്കോ പോലും പിന്നെ സർക്കാരിൻ്റെ കീഴിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിവേചനങ്ങളൊക്കെ ഉള്ളപ്പോൾ സ്പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇത്തരം ആളിക്കത്തിക്കലിനുള്ള ചാൻസുകൾ, അതൊരു വിവേചനമല്ലേ, ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വഖഫ് ബില്ലും ചർച്ച ബില്ലും ഒക്കെ വരുമ്പോൾ നമ്മൾ ചോദ്യചിഹ്നമാക്കുന്നതും ചർച്ചാ വിഷയമാക്കുന്നതും ഒക്കെ. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് പറഞ്ഞത്. എന്തായാലും ഭരണഘടനയുണ്ട്. ആ നാട്ടിൽ എന്ത് ബില്ല്, ഈ നാട്ടിൽ എന്ത് ബില്ല് വന്നാലും അതൊരു ഭൂരിപക്ഷം, ഇവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്യാനുള്ളൊരു അവകാശവും വേദിയും ഈ നാട്ടിലുണ്ട്. അത് സഹായിക്കാൻ ഈ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്. എന്തായാലും ചർച്ച ബില്ലും വരുന്നെങ്കിൽ വരട്ടെ, മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ അതും വരുന്നെങ്കിൽ വരട്ടെ, അതിലും ചർച്ചയാകാം, അതിലും പരിഹാരമുണ്ടാക്കാം. അതാണ് ജനാധിപത്യത്തിൻ്റെ മനോഹാരിത. പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞ് സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നാടിനെ നയിക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ്. നമ്മളുടെ ഭാവി എങ്ങനെയായിരിക്കും? കാരണം നമ്മളുടെ ഭൂതകാലത്തിൽ ഒരുപാട് മുറിവുകളുമായി കടന്നു വന്ന ആളുകളാണ് നമ്മൾ. ഇങ്ങനെയെങ്കിലുമൊക്കെ ഒരു പാരസ്പര്യത്തിൽ പോകുന്നത്, ആ മുറിവുകളൊക്കെ നമ്മൾ മറന്ന് ആ മുറിവുകളൊക്കെ ഉണങ്ങിയത് കൊണ്ടാണ്. ഇനിയുള്ള ഭാവിയിൽ ആ മുറിവുകൾ കൂടുതൽ വ്രണമാക്കാൻ ദയവ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.